ശ്രീ സേനാപതി, നമ്മൾക്ക് ഇതൊരു വേദനാജനകമായ സാഹചര്യമാണ്. അത് ആ നിലയിൽ കണ്ട് മനസ്സിലാക്കി അത് തിരുത്തി മുന്നോട്ട് പോകേണ്ട സാഹചര്യമുണ്ട്. ഏതായാലും ജില്ലാ കളക്ടറുടെ ഒരു അന്വേഷണമാണ് ഇതിൽ വന്നിട്ടുള്ളത്. നാളെ തന്നെ ആരംഭിക്കുന്നു. പ്രാഥമികമായ റിപ്പോർട്ട് വൈകാതെ തന്നെ ഉണ്ടാകും എന്നുകൂടി വരുന്നുണ്ട് വിവരങ്ങൾ. ശരത്തെ, നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ട് ഗുരുതരമായ കൃത്യവിലോപം ഇതിൻ്റെ അകത്ത് നിൽക്കുക. രണ്ട്, അതിലൊന്നാമത്തത് അങ്ങ് സൂചിപ്പിച്ച കാര്യമാണ്. 2012-ലോ 2013-ലോ ബലക്ഷയം സംഭവിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കെട്ടിടം, അതിന് എന്താ പറയുക, ഉപേക്ഷിക്കപ്പെട്ട ഡയലാപ്പിലേറ്റഡ് ആയിരിക്കാം ഒരുപക്ഷെ. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടതോ അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടതോ ആയ ഒരു കെട്ടിടം 2013 മുതൽ ഇപ്പം എത്ര വർഷമായി? 13, 10, 23, 2, 25, ഒരു വ്യാഴവട്ടക്കാലം. ഇത്രയും കാലമായിട്ട് ഇത് പൊളിച്ചു നീക്കാത്തതിൻ്റെ ഉത്തരവാദിത്വം ആർക്ക്? അതാണല്ലോ നമ്മൾ ഒന്നാമതായിട്ട് ചർച്ച ചെയ്യേണ്ടത്. അതിന് ചുമതലയുള്ള ചീഫ് എഞ്ചിനീയർ ആണോ? അതല്ല എങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കമ്മിറ്റി ആണോ? ഇനി അതല്ല മുനിസിപ്പാലിറ്റി ആണോ? അവിടുത്തെ ഏറ്റുമാനൂർ നഗരസഭയാണോ? ആരാണ് അതിൻ്റെ ഉത്തരവാദി? നമ്മൾ ആദ്യം പരിശോധിക്കണമല്ലോ. കാരണം 12 കൊല്ലം മുമ്പ് ഇത് ദുർബലമാണ് എന്നും ഇത് മനുഷ്യജീവൻ അപകടം വരാവുന്ന ഒന്നാണ് എന്നും റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം ഇക്കാലം അത്രയും ഇത് പൊളിച്ചു മാറ്റാൻ അല്ലെങ്കിൽ അതിന് ബദൽ സംവിധാനം ചെയ്യാത്ത നടപടി, അതിപ്പോൾ മന്ത്രിയാണ് അതിന് കുറ്റക്കാരനെന്നും ഞാൻ പറയില്ല. പക്ഷേ ഇവിടെ എന്താ പറഞ്ഞ, ഒരു നിയമവാഴ്ച നിലനിൽക്കുന്ന, ജനാധിപത്യ ഭരണം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഇതിനാരെങ്കിലും ഉത്തരവാദി കാണണമല്ലോ. ഈ കെട്ടിടം അതിൻ്റെ ചുമതലക്കാരനോ അതല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലായിട്ടോ വരുന്ന ഏതെങ്കിലും ഒരു ചുമതലക്കാരനെ കാണണമല്ലോ. അവരുടെ ഒന്നാമത്തെ കുറ്റകൃത്യം എവിടെയാണ്? അതല്ലേ സേനാപതി, അന്വേഷണം എന്നതിന്റെ സാങ്കത്യം അതല്ലേ? ഏതായാലും ജില്ലാ കളക്ടർ പ്രാഥമികമായി അന്വേഷിക്കുക എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. താങ്കൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ല, അത് അന്വേഷിക്കട്ടെ ശരത്തെ, അതല്ലേ ഞാൻ പറഞ്ഞത്. ഞാനത് ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ടാണല്ലോ. അപ്പോ ഒന്നാമത്തെ കുറ്റകൃത്യം 12 കൊല്ലമായി ദുർബലമായിരിക്കുന്ന ഈ കെട്ടിടം ഇത് പൊളിച്ചു മാറ്റാതെ ഇപ്പോഴും അത് ആളുകളുടെ ഉപയോഗത്തിനോ അല്ലെങ്കിൽ ആളുകൾ കയറി പോകുന്നതിനോ സാഹചര്യമൊരുക്കിയ ഉദ്യോഗസ്ഥർ, സിസ്റ്റം, അത് ആരാണ് അതിന്റെ കുറ്റക്കാര് എന്നുള്ളത് ഒന്ന്.